ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ നമുക്ക് ധാരാളം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവസാനം വരെയും അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നും അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിച്ചാലും ഈശോ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല തുടങ്ങിയവയെല്ലാം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ്. ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. ഈശോ വാഗ്ദാനം ചെയ്ത ഈ നിത്യജീവൻ പ്രാപിക്കുവാനും ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ മുൻപിൽ നാം യോഗ്യരായി കാണപ്പെടുന്നതിന് വേണ്ടി നാം ജാഗരൂകതയോടെ ജീവിക്കണം. സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി തുടങ്ങിയ ലോകത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാതെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അനുസ്മരിച്ച് ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മരണം കള്ളനെ പോലെ കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്രതീക്ഷിതമായ സമയത്തും മരണത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ നോമ്പുകാലത്ത് നിത്യജീവനെ കുറിച്ചുള്ള ഓർമ്മയും ധ്യാനവും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് ജാഗ്രതയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്.